ഹായ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, ഇന്ന് നമ്മളെ ഇവിടെയുള്ള രണ്ടാളുകൾ നാട്ടിൽ പോവാണ്. അപ്പോൾ ഒരു ദിവസം രണ്ടാൾ നാട്ടിൽ പോകുന്നത് ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. ഇന്നലെ ഒരാൾ നാട്ടിൽ പോയി. ഈ നാട്ടിൽ പോകുന്ന ആൾക്കാരെ കൊണ്ട് ഇവിടെ തട്ടിത്തടങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇന്ന് നാട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അനീഫ് ഖാൻ്റെ അടുത്ത് പോയപ്പോൾ അനീഫ് ഖാൻ ഭയങ്കര ബിസിയാണ്. ഇന്ന് അനീഫ് ഖാൻ്റെ ഒക്കെ പാർട്ടിയാണ്, മീൻ കറിയും പൊറാട്ടയും. അപ്പോൾ മൂപ്പരാഗ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഡിസ്റ്റർബ് ആവും. അപ്പോൾ മൂപ്പരെ ഫ്രീ ആകുമ്പോൾ നമുക്ക് മൂപ്പരെ കാര്യങ്ങളൊക്കെ ചോദിച്ചു പറയാം. അതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ആൾ ഇവിടെ അല്ല, പോണ ആൾ അനസ് എന്ന് പറയും. അനസ് നമ്മളെ റൂമിൽ ചെയ്യുന്ന ആദ്യം. അവന് പിന്നെ പ്രൊമോഷൻ കിട്ടിയിട്ട് ഇവിടുന്ന് സെക്ഷൻ മാറി. ഇപ്പോൾ അറബികളൊക്കെ ആ സൈഡിലാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞില്ല ഇന്ന് അനീഫ് ഖാൻ്റെ പാർട്ടിയാണെന്ന്. അനീഫ് ഖാന് നാട്ടിൽ പോകുന്ന ഒരാൾ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ ഞാനും കുക്കിങ്ങിൽ കുറച്ച് നേരം ഹെൽപ്പ് ചെയ്തു. ഫുള്ള് വേണ്ട, എത്ര വീട്ടിൽ വേണ്ടി നിങ്ങൾ പറയും. നമ്മൾ തബ്ബാക്കന്മാരല്ല, നമ്മൾ കുക്കറല്ല. നിങ്ങൾ പറയും നമ്മളെ ഹെൽപ്പർമാരാണ്. നിങ്ങളെ കയ്യിലുള്ള മതി. അതെ, അല്ല, ഇന്ത്യൻ ഓനിയനാണ് കേട്ടോ, ഇന്ത്യൻ ഉള്ളിയാണ്, ഇന്ത്യൻ ചീരുള്ളിയാണ്. കരച്ചിൽ കുറച്ച് കൂടുതലായി. അപ്പം നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. നമുക്ക് നമ്മളെ മേപ്പാടി കാക്കാനെ കിട്ടിയിരിക്കണേ. ആ മേപ്പാടി കാക്കാൻ്റെ അസിസ്റ്റൻ്റാണ് നാളല്ല ഇന്ന് രാത്രി നാട്ടിൽ പോണത്. അപ്പോൾ എന്താ നിങ്ങൾ അസിസ്റ്റൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്? അസിസ്റ്റൻ്റ് എന്ന് പറയാൻ പറ്റില്ല, ഓന് കുറച്ചും കൂടി പവറില്ല ആളെന്നെക്കാട്ടിലും. പിന്നെ ഓൻ നാട്ടിൽ പോവാണ് ഇന്ന് രാത്രി. പിന്നെ ഒക്കെ സുഖമാണ്. അതിനിപ്പോൾ ഒരു അസിസ്റ്റന്റിന്റെ ഇതാണ് ഉണ്ടാക്കുന്നത്, നിങ്ങളെ റെസിപ്പിയാണ്? അല്ല, ഓല റെസിപ്പിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതാ കുറച്ചും കൂടി കുളം ഉണ്ടാകുക. അതിന്റെ ഇടയിൽ ചെറിയ ചെറിയ പൊടിക്കൈകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ 85 തമ്പാക്കുമാരുണ്ട്, പറഞ്ഞിട്ട് കാര്യമല്ല. ഇവിടെ ഒരു റഫീഖ് എന്ന് പറഞ്ഞ ഒരു ആളുണ്ട്. ഓൻ്റെ കൈപുണ്യം ഓനുണ്ടാക്കിയാൽ ഇവിടെ നമ്മൾ മലയാളികൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ റഫീഖ് ഒന്ന് കൈ വെച്ചാൽ അതിനുള്ള കോണം ആ കറിയിലുണ്ട് കാണാം. അത് വേറെ എത്ര ആൾ 85 തബ്ബാക്കന്മാരുണ്ട് പറഞ്ഞിട്ടൊന്നും അതുകൊണ്ട് പ്രയോജനമല്ല. എൻ്റെ മുമ്പത്തെ കുക്കിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ റഫീഖിനെ കാണാൻ പറ്റും. അതാണ് റഫീഖ്. അതാ അത് റഫീഖ് പറഞ്ഞിട്ടില്ല, റഫീഖിനെ പറഞ്ഞിട്ടുള്ളൂ. റഫീഖ് എന്ന് പറഞ്ഞാൽ അത് അവർക്ക് കറക്റ്റ് ടൈറ്റ് പേര്. ഇയാളാണ് എന്നെ ചമ്പട്ടിയാക്കിയത്. ഇന്ന് ഈ കോലത്തിലാക്കിയത് ഇയാള് മാത്രം. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങൾ വലിയ ആളായി. എവിടെയാണ്? വയനാട്ടിൽ നിലമ്പൂർ. വയനാട്ടിൽ നിന്ന് നിങ്ങളിത് കേൾക്കണം. വയനാട്ടിൽ നിന്ന് 8 കിലോമീറ്റർ ആണല്ല നിലമ്പൂർക്ക്. ഇജാതി തള്ളണ ഈ വല്ലിപ്പ. സാധാരണ കത്തിയാണ് ഭണ്ടാരിമാരെ ഒരു ഹെൽപ്പർക്ക് കൊടുക്കല്. ഇവൻ കയ്യിലാ കൊടുത്തു. കയ്യിലല്ല, തട്ട് നെളിങ്ങ തട്ടാണ്, ചെമ്പിന്റെ മൂടി. അതേപോലെ മേപ്പാടിക്കൊക്കെ ഇവിടെ വന്നിട്ട് ഞാൻ വന്ന കാലത്ത് തന്നെ കേൾക്കണതാണ് മേപ്പാടി. 2 വർഷം ആവണ, 1 വർഷം കഴിഞ്ഞ് ഞാൻ വന്ന കേൾക്കണാണ് മേപ്പാടിക്കാക്കാന്ന്. ആരാണ് മേപ്പാടിന്ന് വിളിച്ചു തുടങ്ങിയത് ഇവിടെ? മേപ്പാടിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണ്. മേപ്പാടി എന്ന് വിളിച്ചാൽ എന്താണെന്നറിയാം, ഒരു ബഹുമാനം അതിലില്ല, എന്നാ ഒരു ബഹുമാനക്കേടും ഇല്ല. കാക്കാന്ന് വിളിക്കണ്ട, എടാന്നും വിളിക്കണ്ട, ചെയ്തെന്നും വിളിക്കണ്ട. മേപ്പാടിന്ന് വിളിച്ചാൽ വലിയ ചെയ്തലവി. മേപ്പാടിന്ന് വിളിക്കണം നല്ല. മേപ്പാടിന്റെ നാടിന്റെ പേരാണ്. നല്ല പ്രകൃതി രമണീയമായ നല്ല സൗന്ദര്യത്തോടു കൂടെയുള്ള ഒരു നാടാണ് മേപ്പാടി. വിദേശികള്, സ്വദേശികള്, പിന്നെ ടൂർ വരുന്ന ആളുകളൊക്കെ മേപ്പാടി ടച്ച് ചെയ്യാതെ പോകുക എന്ന് പറഞ്ഞാൽ വയനാട്ടിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ തീരാ നഷ്ടമാണ്. മേപ്പാടിക്കൊന്ന് വരണം. മേപ്പാടിക്കൊന്ന് വന്നാൽ റിപ്പൺ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയാണ് എൻ്റെ പേര. ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ടൂറിസ്റ്റ് കേന്ദ്രമാണ്. തേയില, ഏലം, ഇഞ്ചി, കുരുമുളക്, കാപ്പി, തേയില ഫാക്ടറി, എല്ലാ സംഗതികളും ഒത്തൊരിണങ്ങിയ നല്ല താമസിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് റിപ്പൺ. ഇടയ്ക്കിടയ്ക്ക് ഓരോ കടുവ, പുലി, അത്രേ ഉള്ളൂ. വേറൊരു പ്രശ്നവും റിപ്പണിലില്ല. അതും കാണേണ്ട കാര്യം തന്നെയല്ലേ. കടുവനെ കാണാത്ത എത്ര ആൾക്കാരുണ്ട്.
നിങ്ങള് ഈ റിപ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് വെക്കേഷൻ പോയിട്ട് ഒരു മനസ്സില്ലാത്ത സ്ഥലത്ത് കുറച്ച് തേയിലത്തോട്ടുണ്ട് അവിടെ കടുവ അതാ ഞാൻ പറഞ്ഞത് തേയില കാപ്പി കുരുമുളക് ഇഞ്ചി ഇതിന്റെ ഇടയിലൊന്നും പെരക്കാൻ പറ്റൂല. അതാണ്. ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ഈ തേരന്റെ ഉള്ളിലൊക്കെ പെരകൾ. അപ്പൊ ഇഞ്ഞ് മേപ്പാടിയിൽ കടുവ ഇറങ്ങുമ്പോൾ ഒന്ന് നിങ്ങൾ കമ്പനിയിൽ അറിയിക്കാം. നമുക്ക് ഇവിടുന്ന് ഇവിടെ ഫ്ലൈറ്റ് കയറി വിട്ടാ കടുവനെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഒന്നുകൂടി ഞാൻ പോയോക്കട്ടെ. അപ്പോൾ മേപ്പാടിയൊക്കെ പോവാണ്. മൂപ്പരെ നാടിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ മൂപ്പര് കുറച്ച് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതെടുക്കാൻ പോവാണ്. പക്ഷെ ഇവിടെ കുക്കിംഗ് ഇവിടെ തകൃതിമയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മച്ചലേ ഈ മീനിന്റെ പേരെന്താ അത് പറഞ്ഞില്ല. പിന്നെ അന്ന ഫിഷ് ഫിഷ് പൊന്നാനി പറഞ്ഞത് അന്ന കുർണിക്കോവ എന്നാണ്. ഇത് എന്തിന്റെ പേരാന്ന് എനിക്കറിയില്ല. അപ്പോൾ രാത്രിയായി. കറി ഇപ്പോഴായിട്ടില്ല. കറി ഇവിടെ ഇങ്ങനെ തകൃതിമി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നേരെ അനസിൻ്റെ റൂമിലേക്ക് പോവാം. അതുപോലെ നമ്മളെ സൈക്കിൾ അവിടെ പഞ്ചറായി കിടക്കുക കേട്ടോ. സൈക്കിൾ പഞ്ചറായ വീഡിയോ ചിലപ്പം വരും. ഇത് നമ്മളെ റാഷി നമ്മളെ നാട്ടുകാരനാണ്. ഇവിടെ ഇപ്പോൾ അടുത്തൊരു വേക്കൻസി ഉണ്ടായിരുന്നു. അതിൽ പോകാൻ കയറി അങ്ങനെ അത് ഫില്ലായി. ഇനി വേക്കൻസി ഉണ്ടോയെന്ന് ചോദിക്കണവരോട് ഈ കാണുന്ന ആൾക്കാർ ആരെങ്കിലുമൊക്കെ ഇവിടുന്ന് പോയാലേ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടാവുള്ളൂ. അപ്പോൾ 2-3 കൊല്ലമൊക്കെ എടുക്കും തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബെല്ലും ബ്രേക്ക് ചെയ്യാത്ത സൈക്കിളായിട്ട് നേരെ ആൻസിൻ്റെ റൂമിൽ പോവാം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കാണുന്നുണ്ടോ? ഇരുട്ടായി മൊത്തത്തിൽ ഇരുട്ടായി. എൻ്റെ ബാക്കിൽ ഇങ്ങനെ സൂര്യൻ അസ്തമിച്ച ലൈറ്റൊക്കെ ഇങ്ങനെ പോകണുള്ളൂ. ഇവിടെ ഇങ്ങനെ സൂര്യനൊക്കെ താന്ന് മുകളിൽ പൂർണ്ണചന്ദ്രനല്ല, ചന്ദ്രൻ ഗാലുമില്ല അരിയില്ല അങ്ങനെ നിൽക്കുകയാണ്. ആ വരിക്ക് കാണുന്ന ലൈറ്റ് അതാ ആ എൻഡിലാണ് എൻ്റെ വർക്കിംഗ് സ്ഥലം. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ലൈറ്റ് കാണുന്ന ഇവിടെ ഇതിനുള്ളിലാണ് എൻ്റെ അക്കോമഡേഷൻ. അപ്പോൾ ഞാൻ ഈ ലൈനിലാണ് എന്നും ഇങ്ങനെ ഓടി കളിക്കുന്നത്. ബാക്കിയുള്ളവർ ഈ റോഡിൽ ഇങ്ങനെ വന്നിട്ട് നേരെ അങ്ങോട്ട് പോകും. ആ ഏരിയയിലാണ് ബാക്കിയുള്ള ആൾക്കാരുടെ സ്ഥലം. അപ്പോൾ നമുക്ക് നേരെ അവൻ്റെ റൂമിലേക്ക് പോവാം. പിന്നെ കാണുന്നില്ലല്ലേ. അനസ് ഇപ്പോൾ നേരെ നമ്മൾ അക്കോമഡേഷൻ ആണ്ട് പോയിക്കണ്. അവൻ അവിടെ ഉള്ളവരൊക്കെ യാത്ര പറയാൻ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവൻ്റെ റൂമിൽ പോയിരിക്കാം. ഇങ്ങനെ നമ്മൾ നാട്ടിലേക്ക് പോകുന്ന രണ്ടാമത്തെ ആളെ റൂമിലെത്തിയിട്ടുണ്ടാവും. ഈ രണ്ടാമത്തെ ആളെന്ന് പറയുമ്പോൾ കുറച്ച് സ്പെഷ്യലാണ്. കുറച്ചും കൂടി സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ് അനസ് എന്ന് പറയുന്നത്. അപ്പോൾ അനസിൻ്റെ റൂമിൻ്റെ അവിടെ എത്തിക്കണം. ഞാനിങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് അക്കോമഡേഷൻ അങ്ങോട്ട് പോയിരുന്നു. അവിടെ ഉള്ളവരൊക്കെ യാത്ര വരാൻ വേണ്ടിയിട്ട്. ഓന് തിരിച്ചെത്തിക്കണം എന്നറിയില്ല. ഷൂ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവൻ്റെ റൂമിൽ കയറാം. എത്തിയിട്ടില്ല ചേട്ടാ. നമ്മളെ റൂമിനെ വെച്ച് നോക്കുമ്പോൾ, എൻ്റെ റൂമിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ റൂം കുറച്ച് സ്പെഷ്യലാണ്. അതായത് ഇവരെ പൊസിഷന് അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഇവരെ റൂമൊക്കെ ഇങ്ങനെ ആയത്. ഇന്നലെ ഇവിടെ വന്നിട്ട് മൊത്തം ബഹളവും അടിയും പിടിയും പെട്ടിയിട്ടലും ഒരു രസമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വ്ളോഗ് എടുത്തപ്പോൾ എന്താ പറയുക, ആകെ സൗണ്ടൊക്കെ ആയിട്ട് സൗണ്ടുകളൊന്നും ഞാൻ പറയണമൊന്നും ശരിക്കും പറഞ്ഞാൽ ക്ലിയർ ആയി കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാൻ അവിടെ അങ്ങനെ വെക്കുന്നുണ്ട്. ഇന്നലെ നല്ല മുട്ടൻ പണിയൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അതൊക്കെ കീറിയിട്ടിക്കണ്. കോഴിക്കോടിൻ്റെ രാജാവ് അനസ് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഒട്ടിച്ച് ഇന്നലെ. അപ്പോൾ അതൊക്കെ മൂപ്പര് കീറിയിട്ടിരുന്നു. പിന്നെ ഇന്നലെ അങ്ങനെ പണി കൊടുച്ചൊക്കെ നമ്മൾ കൊടുത്തതല്ല, ബാക്കിയുള്ളവർ കൊടുത്താണ്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഓനാകെ ഡള്ളായി. അത് കണ്ടിട്ട് അതിനെ പ്രതീക്ഷിക്കാതെ അവരൊരു പണി കിട്ടുമ്പോൾ ഓനാകെ ഇതായി. അങ്ങനെ പിന്നെ അതിൻ്റെ ഒരു മൂഡ് പോയതുകൊണ്ടും ഇന്നലെ എന്താ ചെയ്തില്ല, ഇന്നലെ വീഡിയോ എടുക്കാനുള്ള മൂഡ് ഉണ്ടായില്ല. ഇതാ നായകന്മാരെത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള അനസ്, സ്പെഷ്യൽ അനസും സ്പെഷ്യൽ മുർഷിദും. ഈ രണ്ട് ആൾക്കാരെ ഒരു എന്താ പറയുക കൊട്ടാരം. ഈ രണ്ടാൾക്കാരെ കൊട്ടാരാണ്, സിംഹാസനം അങ്ങനെ തന്നെ പറയാം. ഇത് ഇവരുടെയൊക്കെ അതാ ഇതെടുക്കാൻ പോയതായിരുന്നു. ഈ വരുന്നത് നമ്മളെ സിറാജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഇതാണ്. അതായത് ഇവര് 3 ആളും കൂടി ചേരുമ്പോഴാണ് ഒരു കോംബോ.
നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സുകളല്ലേ? ചൈൽഡ്ഹുഡ് എന്താ പറയാ ഫ്രണ്ട്സുകളാണ് ഇവരിവിടെ എത്തിയപ്പോള് കോംബോ ഓഫർ. ഇവരിവിടെ എത്തിയപ്പോള് എന്താ പറയാ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മൊത്തത്തിൽ ഒരു മൂലയിലായി. അപ്പം പിന്നെ നമ്മളുള്ളതാണ് ഇവിടെ ഇപ്പം ആളില്ലാത്തതുകൊണ്ട് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തതാണ്. അപ്പൊ അനസ എന്താ എന്റെ മൂടോട്ടൊക്കെ പോയാ? ഒക്കെ റെഡി. എനിക്ക് വിഷമണ്ടാ പോണതിനെ കുറിച്ചിട്ട്? എനിക്ക് മുർസിനെ ഇവിടെ ഇട്ട് പോണേന് എനിക്ക് വിഷമണ്ടാ? 3 കൊല്ലത്തിന് ശേഷം പോവാണ്. എന്ത് വിഷമം? ഒരു വിഷമവും ഇല്ല. വെറുതെ ഈ റൂമിൽ 3 കൊല്ലം ഇവിടെ ഇരുന്നിട്ട് പോവാണ്. അല്ല 2 കൊല്ലം ഇവിടെ ഉണ്ടായത്. 1 കൊല്ലം റാസിൽ കേമയിലേ. റാസിൽ കേമ 3 കൊല്ലം ഇവിടെ തന്നെയാണ്. 3 കൊല്ലം ഇവിടെ തന്നെ. ഞാൻ ഫസ്റ്റ് ആയിട്ട് കിട്ടണായിരുന്നു. ഇവിടെ 2 മാസം പുറത്തായിരുന്നു വിസിറ്റിന് വന്നപ്പോ പുറത്ത്. എൻ്റെ വിസ 3 കൊല്ലം അല്ലേ? അവൻ്റെ വിസ 3 കൊല്ലം. ഞാനിവിടെ കയറിയപ്പോൾ 2 കൊല്ലം. അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ അനസും ഇന്ന് നാട്ടിലേക്ക് പോവാണ്. ഇൻഷാ അല്ലാ. നല്ലപോലെ യാത്രയൊക്കെ സുഖകരമായി ഇതാവട്ടെ. അപ്പോൾ അതേപോലെ നമ്മൾ അനസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അനസ് നിസ്സാരക്കാരനല്ല. നമ്മളെ പീസ് ഓഫ് റോക്ക് എന്ന് പറയുന്ന നമ്മളെ മലപ്പുറത്ത് വൈരങ്കോട്ടിനടുത്തുള്ള പീസ് ഓഫ് റോക്ക് പറയുമ്പോൾ കണ്ടമ്പാറ പറഞ്ഞ ഗ്രാമത്തിലുള്ള ബെസ്റ്റ് പ്ലെയറാണ്. ഇത് കണ്ടില്ല ട്രോഫി ഇതൊക്കെ ഇവിടുന്ന് വീണ് കിട്ടിയല്ലേ? അത് അവിടേക്ക് വരുന്നുള്ളൂ. ഇത് നമ്മളെ ബെസ്റ്റ് പ്ലെയറിനുള്ള കിട്ടിയിട്ടുള്ള KMCC കിട്ടിയിട്ടുള്ളതാണ്. അതേപോലെ മെഡല് ഇതാണ് UAE നാട്ടിൽ നിന്ന് കളി കുറെ കളിച്ച് നടന്നിട്ട് അവിടുന്ന് പെരക്കാരെ കൂടി ഇങ്ങോട്ട് കയറ്റിയതാണ്. ഇവിടെ വന്നിട്ടും കളി നിർത്തിയില്ല. ഇവിടെ വന്നിട്ടും പെരും കളി തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ പോണ മെയിൻ ഉദ്ദേശം പറയും കാലിന് എന്തൊക്കെ പരിക്കൊക്കെ പറ്റി ലിഗമെന്റ് പൊട്ടി കിടക്കുകയാണ്. ഇനിയിപ്പോൾ അത് പോയിട്ട് ഓപ്പറേഷൻ ചെയ്യണം, ശരിയാക്കണം, വന്നിട്ട് റിക്കവർ ചെയ്യണം. അപ്പോൾ അതൊക്കെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അല്ലേ? ഓപ്പറേഷൻ ചെയ്യണം. പഠിച്ചവന് എന്തായാലും സുഖമായിട്ട് ഹയറായി കൊടുക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുക. അതെ. അതേപോലെ തന്നെ അനസ് ഇവിടെ എത്തിയ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അനസ് നമ്മളതേപോലെ റൂമിലുണ്ടായിരുന്നു. ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് ഒരു അനസായിരുന്നു. ആ അനസ് പോയപ്പോൾ പിന്നെ പ്രൊമോഷൻ കിട്ടിയിട്ട് ഈ അനസ് ഇവിടെ എത്തി. അപ്പോൾ ഓക്കെ, ഹാപ്പിയല്ലേ? ഹാപ്പിയാണ്. അൽഹംദുലില്ലാ. ആ പെട്ടിയൊക്കെ ഓക്കേന്. പെട്ടിക്ക് ഇതാ ഇവിടെ സിറാജ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഓനക്ക് കൊടുത്തിട്ടുള്ള കോയിരാജാവുമ്മലൊക്കെ ചീന്തിയിട്ട് ഓന് അത് ഹൈഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇനിയിപ്പോൾ ഇജ്ജ് ഇവിടെ ആവൂല ഈ റൂമില്? അതെ, ഒരാൾ ഇവിടുന്ന് ഇഞ്ഞു പോകാൻ കാത്തിക്കാണ് ഇവിടെ വന്ന് കയറി കിടക്കാൻ. അതന്നെ കഥ. അയിമിൽ ചെയ്തേക്കണോ? എന്തിനാ എന്റെ പേര് ചെയ്ത് ജയിച്ചാ നാട്ടിൽ പോണ്? ആ ഇത് സിറാജിന്റെ ഉമ്മാക്ക് കൊടുക്കണം. അതാണ് സംഭവം. ഓരോ സാധനങ്ങൾ നമ്മൾ പൊതിഞ്ഞ് കൊടുത്തേക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതും ഇത് സിറാജിൻ്റെ ഉമ്മാക്ക് കൊടുക്കണം. ഇതെൻ്റെ എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് പൊതിഞ്ഞ് വേറെ കേറ്റ് അയക്കണ്ട്. നിങ്ങളത് അറിയണ്ടാവല്ലത്. ഒരു രക്ഷയില്ല. എന്താ എഴുതിനാന്ന് പറയാതെ ഞാൻ കൊടുക്കൂല. പറ്റൂല. എന്താണ് ഈ കൊടുക്കണത്? അത് പറഞ്ഞാളാ. വാച്ച് മുട്ടായി, സ്പെഷ്യലായിട്ട് മുട്ടായി. വീട്ടിൽ മുട്ടായി കൊടുത്തേക്കാതെ സീക്രട്ടായി എന്നാലും സീക്രട്ടായിട്ട് വിടുന്നുണ്ട്. പെരക്കാർ നോക്കി വെച്ചോളി സിറാജിന്റെ. ഫ്രെയിം വർക്ക് ചെയ്തിട്ട് ഇത് നാട്ടിൽ എത്തിയിട്ട് വേണം അവിടുന്ന് ഫ്രെയിം വർക്ക് ചെയ്യാനല്ലേ? ഇതല്ല നമ്മളൊരു നമ്മുടെ സന്തോഷമല്ലോ ഒരു സന്തോഷം. അതെ, അപ്പോൾ അതാണ് കഥ. അപ്പോൾ ഇത് പാഴ്സൽ അയക്കാനുള്ള പെട്ടിയാണ്. അപ്പോൾ ഇതാണ് അനസിൻ്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ. അപ്പോൾ ഒന്നവിടെ പൊറാട്ടയും മീൻകറിയൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റാണ്. ഇന്ന് പവറും കിഡിലാക്കണം. അനസിൻ്റെ പാർട്ടി നല്ല കിട്ടിയിരിക്കണ്. ഇന്നലെ ഐസ്ക്രീം വന്നിട്ട് ഓന്
അതവിടെ ഒതുക്കി തീർത്ത്. അപ്പോൾ പിന്നെ അനീഫ്ക പിന്നെ പൊന്നാനി ഫിഷിങ്ങിൻ്റെ ഒരു ഇതായതുകൊണ്ട് മൂപ്പര് ഫിഷിങ്ങുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് മൂപ്പര് മീൻ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു, മീൻ പൊറോട്ടൊക്കെ ആയിട്ട്. അപ്പോൾ അതവിടെ ഇങ്ങനെ തകതിമേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് ഓരോരുത്തർ വന്ന് റൂമൊക്കെ നിറഞ്ഞു. ഇരുന്ന് ഗെയിം കളിക്കണതാ. ഇതാണ് പണി, റൂമിലിരിക്കുക ഗെയിം കളിക്കുക. അങ്ങനെ 3 കൊല്ലം ഗെയിം കളിച്ചിട്ട് അതിൻ്റെ ക്ഷീണം മാറ്റാനാണ് അനസ് നാട്ടിൽ പോണത്. കാണുമ്പോൾ ആത്മാർത്ഥമായി ഭയങ്കരമായ ജോലിയിലാന്ന് വിചാരിക്കും. ഇരുന്ന് ഗെയിം കളിക്കാണ് പണിയില്ലേ, രാജയോഗം. അത് തന്നെ. എന്താ എനിക്ക് പറയാനുള്ളത്? വളരെ നല്ലൊരു അഭിപ്രായം അല്ലേ? എനിക്ക് നാട്ടിൽ പോകണ്ടേ? എന്തിനാ ഇപ്പം നാട്ടിൽ പോയിട്ട്? ഇവന് അപ്പുറത്ത് വേറൊരു റൂമുണ്ട്, അവിടെ പോയി ഇങ്ങനെ വെറുതെ ഇരിക്കുക, എന്നിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ നാട്ടിൽ പോവുക. അതാണ് അവൻ്റെ പണി. ഇവന് വിചാരിച്ചിട്ടില്ലെങ്കിൽ ഇവിടുത്തെ വണ്ടികൾ ഇവിടുന്ന് ഓടൂല. മനസ്സിലായില്ല? ഇവൻ എവിടെയെന്ന്? പെട്രോൾ പമ്പിലാണ്. പക്ഷെ പമ്പ് എന്ന് പറഞ്ഞാൽ ചില്ലറ പമ്പൊന്നുമില്ല. ഓനക്ക് തോന്നുമ്പോൾ തുറക്കും, ഓനക്ക് തോന്നുമ്പോൾ അടക്കും. ഓൻ വിചാരിച്ചാൽ ഇവിടുത്തെ ഏതെങ്കിലും വണ്ടി പുറത്തേക്ക് പോകുള്ളൂ. ഇവൻ കാരണമാണ് ഇവിടുന്ന് ഒരു വണ്ടിയും പുറത്തേക്ക് പോകാത്തത്, നമുക്ക് ലീവിന് മുമ്പ് വണ്ടിയും കിട്ടാത്തത്. അപ്പം ഇനി നേരെ ഫുഡ് കഴിക്കണ നേരത്ത് കാണാം. ഓക്കെ. ഞാൻ അങ്ങനെ റൂമിലേക്ക് എത്തി, ഫ്രഷായി, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി. വെള്ള കുപ്പായത്തിൽ കറിയാവും. അപ്പം ജാഗ്രത നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് രാവിലത്തെ സ്പെഷ്യൽ ഫുഡ് പാക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ കൊണ്ടും ഇതൊക്കെ രാത്രി കഴിക്കാണ്ടാവില്ല ഇടയ്ക്ക്. എല്ലാവരും റിഗാവ് ഇതാ, അറബിക് റിഗാവ്. എല്ലാവരും നല്ല ബോളിങ്ങാണ്. ഇത് രാവിലത്തെ റിഗാവ്, റിഗാവ് മീൻകറി. റിഗാവ് എന്ന് പറയുമ്പോൾ, റിഗാവ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു കൊടുക്കി ആൾക്കാർക്ക്? റിഗാവ് പറഞ്ഞാൽ അറിയുണ്ടാവില്ല. ഒരു ദോശ മാറ്റി സാധനം അല്ലേ? റിഗാവ് എന്നിട്ട് മീൻകറി ഇങ്ങനെ ഒഴിച്ചിട്ട്. അതായത് നമ്മളെ മസാല ദോശൻ്റെ ഒക്കെ ഒരു വേർഷൻ. ഭയങ്കര തിക്നെസ് തീരെ ഉണ്ടാവില്ല. നമ്മളെ റിഗാവ് കൊണ്ടുവന്ന മഹത് വ്യക്തിത്വം നമ്മളെ ചെറിയൊരു കസിനായി വരും. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞാനും അവരുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ച് ചെറിയൊരു പൊറോട്ട കഴിച്ച്. കുറേ കാലത്തിന് ശേഷമാണ് പൊറോട്ട കഴിക്കുന്നത്. അങ്ങനെ പൊറോട്ട ഒന്നും കഴിക്കാറില്ല. അപ്പോൾ സ്പെഷ്യലായപ്പോൾ ഞാനൊന്നൊരു പൊറോട്ട കഴിച്ച്. പിന്നെ അനസൊക്കെ ഡ്രസ്സ് മാറി വന്ന് അവരും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ച്. പിന്നെ അനിയക്ക് ഡ്രസ്സ് മാറുകയാണ്. അതേപോലെ ഇന്ന് നാട്ടിൽ പോണ രണ്ടാൾക്കും പ്രത്യേകത. 2 ആളും 3 വർഷത്തിന് ശേഷമാണ് ഇവിടുന്ന് പോണത്. ആശാന് ഇവിടെ 2 വർഷം, നിങ്ങളിവിടെ 3 വർഷം ഇവിടെ വർക്ക് ചെയ്ത്. എന്താണ് ചോദ്യം? എവിടെയാണ്? 1 വർഷം എവിടെ പോയി? പിന്നെ 1 വർഷം ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളൂ. 1 വർഷം എവിടെ പോയി? 1 വർഷം ഞാൻ 4 കേട്ടെ സമയം തന്നെ എനിക്ക്. 1 വർഷം അയാൾ ദുബായ് ടൗണിൽ ഏതോ ഒരു ഷെയ്ക്കിൻ്റെ അടുത്ത് സമയം കളഞ്ഞു. അങ്ങനെ അസിസ്റ്റന്റിന് യാത്രയാക്കാൻ മേപ്പാടി വീണ്ടും ജോലിയൊക്കെ പകുതിയാക്കി വെച്ചിട്ട് വന്നു. പൊറാട്ടയും മീൻകറി കഴിച്ചാ? പൊറാട്ടയും മീൻകറിയും കഴിച്ച് നല്ല ഉഷാറുണ്ട്. ഉണ്ടാക്കിയ ആൾക്കാർക്കൊക്കെ നന്ദി. മൂപ്പര് ഇവിടുന്ന് നേതൃത്വം നൽകി, പുറത്തുനിന്ന് കയ്യും കെട്ടിന്ന് നേതൃത്വം നൽകി നമ്മളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് നന്ദി. ഉണ്ടാക്കി എനിക്ക് ഭക്ഷണം തന്നതിന് നന്ദി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് എയർപോർട്ടിൽ പോകാനുള്ള വണ്ടി എത്തി. അനീഫ്ക്കും അനസും എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങണം. ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴാണ് എല്ലാവരോടും ഒത്തൊരുമിച്ച് കൂടലും അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയും കളിയും കാര്യങ്ങളൊക്കെ. അതൊരു വേറൊരു ഫീലിംഗ് തന്നെയാണത്. കരയിലിട്ടാ ഞാൻ ദിവസം ഇങ്ങനെ ഓരോ ദിവസം എണ്ണി ഇടലുണ്ട്. 2, 3, 4. സോ മൈ ഫ്രണ്ട്സ്, അപ്പോൾ അനസും അനീഫ്ക്കും നാട്ടിൽ പോകുന്ന ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, പെട്ടെന്നുള്ളതായിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു. അപ്പോൾ മിസ്റ്റേക്കുകളൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ഉറങ്ങാൻ കിട്ടുന്ന ഷാഫിൻ്റെ കൂടെ ഇറ്റ്സ് മീ ജാസി. ബൈ.